രണ്ടാമത്തെ വിഷയം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച കാരണം കർഷകർ ആ മേഖലയിൽ നിന്ന് പിന്തിരിയുകയാണ്. ഇത് രണ്ടും വാസ്തവമാണ്. ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ സങ്കടമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആർക്കും കൃഷി ചെയ്യാൻ താല്പര്യമില്ല. കാട്ടുപന്നിയുടെ ശല്യം കാരണം ആൾക്കാർക്ക് പറമ്പിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. എന്തെങ്കിലും കുഴിച്ചു വെച്ചാൽ അത് കാട്ടുപന്നി നശിപ്പിക്കും. റബ്ബർ തോട്ടങ്ങൾ പോലും ടാപ്പ് ചെയ്യാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിൽ. എന്നാൽ ഈ വാസ്തവം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്ന് പലരും വിസ്മരിക്കുന്നുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ മെത്രാൻ പറഞ്ഞു, ആർക്കാണോ 300 രൂപ റബ്ബറിന് കൊടുക്കാൻ കഴിയുന്നത് അവർക്ക് ഞങ്ങൾ MP-മാരെ സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ അടുത്തറിയാവുന്ന പിതാവാണ് പാമ്പ്ലാനി പിതാവ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അല്ല പിതാവേ, ഈ റബ്ബറിൻ്റെ വില കുറയാനുള്ള കാരണം എന്താണെന്നുള്ളത് പിതാവൊന്ന് പഠിച്ചിട്ട് വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ചരിത്രമുണ്ട്. 2009 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ വ്യാപൃതരാകും. അങ്ങനെ സാധാരണഗതിയിലുള്ള ഇറക്കുമതി ചുങ്കമില്ലാതെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അവസരമൊരുക്കുന്ന ഒരു കരാറ് പ്രാബല്യത്തിൽ വരുന്നു. AK ആന്റണി മുതൽ ഇപ്പോൾ മലയോര പ്രക്ഷോഭ യാത്ര ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. അന്ന് ഇടതുപക്ഷം പറഞ്ഞു നിങ്ങൾ ഈ ആസിയാൻ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ റബ്ബർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയും വൈകാതെ റബ്ബർ കർഷകരുടെ സ്ഥിതി പരിതാപകരമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ അന്ന് നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ എടുത്തു നോക്കി. 2011 ഇവിടെ എല്ലാം റബ്ബർ കർഷകരല്ലേ ഇവിടെയുള്ള ആൾക്കാർ, പല ആൾക്കാരും ഇല്ലേ, ഇവിടെ റബ്ബറിൻ്റെ നാടല്ലേ മേരി ചേച്ചി, ഇവിടെ റബ്ബർ ഉണ്ടല്ലോ അല്ലേ കാര്യമായിട്ട്. 2011 236 രൂപയാണ് 1 കിലോ റബ്ബറിനുള്ള വില. 2011 1 കിലോ റബ്ബറിന് 236 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വിലക്കയറ്റം നാണയപ്പെരുപ്പും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കാർഷിക ഉൽപാദനത്തിൻ്റെ ചെലവ് കൂടി കണക്കിലെടുത്താൽ 1 കിലോ റബ്ബറിന് മിനിമം 1000 രൂപ കിട്ടണം. 1000 രൂപ കിട്ടിയാൽ മാത്രമേ 2011 236 ഒപ്പമെങ്കിലും എത്താൻ കഴിയുള്ളൂ. എത്താൻ പറ്റില്ല, എന്തായാലും കുറച്ച് പുറകിലാണെങ്കിലും മാന്യമായിട്ടുള്ള ഒരു തുക കിട്ടാൻ കഴിയുള്ളൂ. ഇന്ന് റബ്ബറിൻ്റെ വില 2011 ഉണ്ടായിരുന്ന വിലയില്ല. ഞാൻ ഒന്നും കൂടി പരിശോധിച്ചു. 2011 1 കിലോ റബ്ബർ കൊടുത്താൽ, മാർക്കറ്റിൽ കൊടുത്താൽ ഒരു 12 കിലോ അരി കിട്ടും. 12 കിലോ അരി കിട്ടും. ഇന്ന് 1 കിലോ റബ്ബർ കൊടുത്തു കഴിഞ്ഞാൽ 2-3 കിലോ അരിയെ കിട്ടുള്ളൂ. നോക്കുക എങ്ങനെയാണ് ഈ പറയുന്ന മലയോര യാത്രയ്ക്ക്, പ്രക്ഷോഭ യാത്രയ്ക്ക് നിദാനമായിട്ടുള്ള വിഷയങ്ങൾ ഉത്ഭവിച്ചത് എന്ന് നോക്കുക. അങ്ങനെ ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചു. റബ്ബറിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു. 2003-2005 കാലത്ത് 45,000 ടണ്ണാണ് ഒരു വർഷം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഇന്ന് 7 ലക്ഷം 7.5 ലക്ഷം ടൺ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. കേരളത്തിലെ റബ്ബർ കർഷകരിലെ 90% പേരും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കർഷകരാണ്. 90%. അപ്പോൾ ഈ UDFൻ്റെ കോൺഗ്രസിൻ്റെ മലയോര യാത്ര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് കാണുന്നൊരു രംഗമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ
ഈ നാട്ടിൻപുറത്തൊക്കെ മോഷ്ടാവിനെ പിടിക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ പന്തമൊക്കെ കത്തിച്ചിങ്ങോട്ട് മുമ്പോട്ട് പോകും. പക്ഷേ സമർത്ഥനായ മോഷ്ടാവ് ഈ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വലിയൊരു പന്തം പിടിച്ച് നിൽക്കും. യഥാർത്ഥത്തിൽ ഇന്ന് മലയോര ഈ പ്രക്ഷോഭയാത്ര നോക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തിൽ ഈ പറയുന്ന കള്ളനെ പിടിക്കാൻ വേണ്ടി നാട്ടുകാർ കൂടുമ്പോൾ അതിൻ്റെ മുമ്പിൽ കള്ളനെന്ന് ആക്രോശിച്ച് ഉയർത്തിപ്പിടിച്ച പന്തവുമായി നിൽക്കുന്ന ഒരു കള്ളൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.